സായിരാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം എത്ര അജ്ഞാനാത് ഭവേത് ദ്വൈതം എന്നുള്ള ഭാഗമാണ് പഠിച്ചത്. അജ്ഞാനാത് ദ്വൈതം ഭവേത്, അറിവില്ലായ്മയിൽ നിന്ന് ദ്വൈതം തോന്നിക്കുന്നു. അപ്പോ അങ്ങനെ തോന്നുമ്പോഴോ തത്ര ഇതരഹ പശ്യതി, ഒരാൾ വേറെയായിരുന്ന് തനിക്ക് വേറെയായി എല്ലാത്തിനെയും കാണുന്നു അജ്ഞാനം കൊണ്ട്. ജ്ഞാനാവസ്ഥയില് ആത്മത്വേന സർവം ആത്മത്വേന പശ്യതി. അപ്പോ എല്ലാം ഞാൻ തന്നെ, ആത്മാ, ഞാൻ ആത്മാ, എല്ലാത്തിനെയും ആത്മാവായിട്ട് കാണുന്നു. ന ഇതരഹ തത്ര പശ്യതി, അവിടെ വേറൊന്നിനെ കാണുന്നില്ല, ദ്വൈത ഇല്ല. ഇനി അടുത്ത ശ്ലോകം ഈശാവാസ്യോപനിഷത്തിനെ എടുത്താണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. യസ്മിൻ സർവാണി ഭൂതാനി യാത്മത്വേന വിജാനതഃ ന വൈ തസ്യ ഭവേന്മോഹോ ന ച ശോകോദ്വിതീയതഃ. യസ്മിൻ സർവാണി ഭൂതാനി ഹ്യാത്മത്വേന വിജാനതഃ ന വൈ തസ്യ ഭവേന്മോഹോ ന ച ശോകോദ്വിതീയതഃ. ശോകഃ അദ്വിതീയതഃ എന്നുള്ളതാണ്, ചേർത്താണ് ശോകോദ്വിതീയതഃ എന്ന്. ഇത് ഈശാവാസ്യോപനിഷത്തിലെ വാക്യത്തെ ചില മാറ്റങ്ങളോടെ ആചാര്യസ്വാമി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ഒറിജിനൽ വാക്യം തത്ര കോ മോഹക കഹ ശോകഃ ഏകത്വം അനുപശ്യത എന്നാണ് അതിന്റെ ഒറിജിനൽ. തത്ര കോ മോഹഃ കഹ ശോകഃ ഏകത്വം അനുപശ്യത എന്ന്. തത്ര കഹ മോഹഃ കഹ ശോകഃ യസ്മിൻ സർവാണി ഭൂതാനി ഹ്യാത്മേനൈവ വിജാനതഃ എന്നാണ് ഒറിജിനലുള്ള. ആത്മേനൈവ വിജാനതഃ എന്നാണ് അവിടെ ഉള്ളത്. ഇവിടെ ആത്മേനൈവ, ആത്മത്വേന, ഇവിടെ ആത്മേനൈവ എന്നുള്ളതിന് പകരം ആത്മത്വേന വിജാനതഃ എന്നാണ് ആചാര്യസ്വാമികൾ മാറ്റിയിട്ടുള്ളത്. മറ്റേത് ഹ്യാത്മേനൈവ, ആത്മേനൈവ, ഹി ആത്മേനൈവ എന്നാണ് ഹ്യാത്മേനൈവ വിജാനതഃ. ഇവിടെ ആത്മത്വേന വിജാനതഃ എന്ന്. യസ്മിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യസ്മിൻ, യസ്മിൻ അവസ്ഥായാം, യസ്മിൻ അവസ്ഥായാം, അതായത് ഏത് ജ്ഞാന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഏത് മനസ്സില്, അന്ധക്കരണെ, ഏത് മനസ്സിൽ, അന്ധക്കരണക്ക് സർവാണി ഭൂതാനി എല്ലാ ജീവരാശികളും, സർവാണി ഭൂതാനി എല്ലാ ജീവരാശികളും ആത്മത്വേന വിജാനതഃ, ആത്മത്വേന വിജാനതഃ, അവനവനായി, അതാണ് ആത്മത്വേന, ഞാൻ തന്നെയായി അറിയുന്നുവോ, അതാണ് സർവാത്മഭാവം. അവനവനായി അറിയുന്നുവോ എന്നുള്ളതാണ് സർവാത്മഭാവമാണ് ഇവിടെ പറയുന്നത്. യസ്മിൻ സർവാണി ഭൂതാനി ഹ്യാത്മത്വേന വിജാനതഃ. ഈ എല്ലാം ഞാൻ തന്നെ എന്ന അവസ്ഥ നമുക്ക് നേരിട്ട് വ്യവഹാരത്തിൽ വരികയില്ല, അങ്ങനെ വരാൻ പറ്റില്ല. ഈ വ്യവഹാരത്തില് എല്ലാം ഞാൻ തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല, വ്യവഹാരത്തിൽ സാധ്യമല്ല. കാരണം നമ്മൾ ഇതിനൊക്കെയാണ് അനുഭവം, സത്യം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കാര്യം ചെയ്യാം, എല്ലാം ഞാൻ തന്നെയല്ലേ, ഇപ്പൊ നീ കഴിച്ചാൽ മതി, ഞാൻ കഴിക്കുന്നില്ല എന്ന് പറ്റുമോ? നമ്മുടെ വിശപ്പ് മാറണമെങ്കിൽ നമ്മൾ കഴിച്ചേ പറ്റുള്ളൂ. താങ്കൾ കഴിച്ചാൽ മതി, എന്റെ വിശപ്പ് മാറിക്കോളും എന്ന് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ പറ്റില്ല. അതേപോലെ തിരിച്ചും ഞാൻ കഴിക്കാം,
താങ്കളുടെ വിശപ്പ് മാറിക്കോളും എന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ അജ്ഞാനാവസ്ഥയിലാണ് ഇരിക്കുന്നത്, ജ്ഞാനാവസ്ഥയിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് ആ വ്യവഹാരത്തില് ഈ പറയുന്നതൊന്നും നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ജ്ഞാനിക്ക് ചെയ്യാൻ സാധിക്കും. അതെ, അപ്പൊ എല്ലാ കാര്യങ്ങളും മാറും, പാടെ മാറും. ഇതൊന്നുമല്ല അവിടുത്തെ അവസ്ഥ. അദ്ദേഹം പോലും വേറെ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ജ്ഞാനിയാണെങ്കിലല്ലേ അതുപോലെ പറ്റുള്ളൂ. അല്ലെങ്കിൽ അജ്ഞാനിയാണ് എതിരെ നിൽക്കുന്നെങ്കിൽ ജ്ഞാനി സ്വന്തം ഉള്ളില്, അന്തരാത്മാവിൽ മാത്രമേ, അന്ധകരണത്തിൽ ഉള്ളിൽ മാത്രമേ ഈ വക കാര്യങ്ങളെ വെച്ചുകൊണ്ടിരിക്കുള്ളൂ. പുറത്തങ്ങേരിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും തോന്നും, ഇതെങ്ങനെയാ ജ്ഞാനി എന്ന് പറയാൻ പറ്റുന്നത്? ഇങ്ങേര് പിന്നെ സാധാരണ മനുഷ്യരെ പോലെയല്ലേ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാരുടെ പ്രശ്നത്തിലാണല്ലോ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം. അത് വ്യവഹാരം മാത്രമാണ്. ജ്ഞാനിയുടെ ഉള്ളിലാണ് ജ്ഞാനം. ആഴ്ന്ന മനസ്സിൽ ഉണ്ടാകേണ്ട വിചാരമാണ് സർവാത്മഭാവം. ആഴ്ന്ന മനസ്സിൽ ഉണ്ടാകേണ്ടതാണ് സർവാത്മഭാവം. അത് മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി ശീലിക്കാം. ഓരോ കാര്യത്തിനും വരുമ്പോഴും ആ ഭാവത്തെ ഉള്ളിൽ കണ്ടുകൊണ്ട്, പുറത്ത് വ്യവഹാരമാണെങ്കിലും ഉള്ളിൽ ഇത് കാണണം. ഒരാൾ മുമ്പിൽ വന്ന് നിൽക്കുക, നമ്മൾ ജസ്റ്റ് നമസ്കാരം പറയുന്നു. ആ നമസ്കാരം പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ഞാൻ ഈ ശരീരത്തിനോടല്ല, എതിരെയുള്ള ശരീരത്തിനോടല്ല ഞാൻ നമസ്കാരം പറയുന്നത്. ഞാൻ തന്നെയാണ് ആത്മസ്വരൂപം. ഞാൻ ഒരു ആത്മസ്വരൂപമാണ്. അതേപോലെയാണ് എൻ്റെ മുമ്പിലും ആത്മസ്വരൂപമാണ്. ഞങ്ങൾ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ആത്മാവാണ്, രണ്ടുപേരും ആത്മാവാണ്. ഈ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിലും, സ്ഥൂല ശരീരത്തിലും, സൂക്ഷ്മ ശരീരത്തിലും, കാരണ ശരീരത്തിലും മാത്രമാണ് വ്യത്യാസം. ഒറിജിനലി എല്ലാം ഒന്നാണ് എന്ന് ഒരു സെക്കൻഡ് മനസ്സിനകത്ത് ഒന്ന് തോന്നിയാൽ, അങ്ങനെ എല്ലാ സമയത്തും ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴും ഉള്ളിൽ ഇങ്ങനെ ഒന്ന് തോന്നിയാൽ അത് സ്ഥിരമായിട്ടൊരു ഭാവമായിട്ട് വരും എന്ന് ആചാര്യന്മാര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ശീലിച്ചാലേ അത് വരുള്ളൂ. പെട്ടെന്നൊരു സമയത്ത് എല്ലാം ബ്രഹ്മം എന്ന് പറയാനൊന്നും പറയാം, വാക്കുകൊണ്ട് പറയാം, അനുഭവത്തിലും പറ്റില്ല. അനുഭവത്തിൽ വരണമെങ്കിൽ, ഏത് കാര്യവും നമുക്ക് ഉള്ളില് ശരിയായിട്ട് പതിഞ്ഞു വരണമെങ്കിൽ കുറേശ്ശെ അതിന് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഭഗവത്ഗീത പറയുന്ന പോലെ അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത് ആഴ്ന്ന മനസ്സിൽ ഉണ്ടാകേണ്ട വിചാരമാണ് സർവാത്മഭാവം. ഇത് വളരെ വലിയ രഹസ്യമാണെന്നാണ് ഉപനിഷത്തുകളിലൊക്കെ പറയാം. വലിയൊരു രഹസ്യമാണ്. എല്ലാം ഞാൻ തന്നെ എന്നുള്ളത് വളരെ വലിയ രഹസ്യമാണ്. എന്താ കാരണം? രഹസ്യമായിട്ടേ അത് അറിയാൻ പറ്റുള്ളൂ. പരസ്യമായിട്ട് പറഞ്ഞാൽ അത് ആരും സമ്മതിക്കില്ല, അംഗീകരിക്കില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളില് ഈ രഹസ്യം നമുക്ക് ഗുരു ഉപദേശിച്ചു തരുമ്പോൾ ഈ രഹസ്യം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അപ്പൊ നമുക്ക് ആ അവസ്ഥയിലേക്ക് ഉയരുമ്പോൾ, കുറേശ്ശെ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. എല്ലാ ജീവന്മാരും ജഗത്തും ബ്രഹ്മം, ഞാനും ബ്രഹ്മം. ഇതാണ് പരമാർത്ഥമായിട്ടുള്ള ജ്ഞാനം. എല്ലാ ജീവന്മാരും ജഗത്തും ബ്രഹ്മം തന്നെ, ഞാനും ബ്രഹ്മം തന്നെ. ഇതാണ് യഥാർത്ഥ ജ്ഞാനം. അന്ധക്കരണം ഈ ജ്ഞാനം വേണം. ഈ ജ്ഞാനത്തിന്റെ ഫലം എന്താണ്? അന്ധക്കരണത്തിൽ ഈ ജ്ഞാനം വേണം എന്ന് പറയുന്നു. അന്ധക്കരണത്തിൽ ഈ ജ്ഞാനം വരുമ്പോൾ എന്താണ് ഇതിന്റെ ഫലം? നവൈതസ്യ, ഇങ്ങനെയുള്ള ജ്ഞാനമുള്ള ആൾക്ക്, നവൈതസ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ജ്ഞാനമുള്ള ആൾക്ക് മോഹഃ ന വൈ ഭവേത്, മോഹഃ ന വൈ ഭവേത്, ഒരു കാരണവശാലും അയാൾക്ക് മോഹം ഉണ്ടാകില്ല. അയാൾക്ക് മോഹം ഇല്ല. ഇങ്ങനെയുള്ള ആൾക്ക് മോഹമില്ല, അയാൾക്ക് മോഹം ഉണ്ടാവുകയുമില്ല. പിന്നെയോ നച ശോകഃ, അയാൾക്ക് ശോകവും ഉണ്ടാകുകയില്ല, സങ്കടവും ഉണ്ടാകുകയില്ല. ശോകമില്ല, ഉണ്ടാവുകയുമില്ല. ന ശോകഃ, ശോകമില്ല, ന മോഹഃ, മോഹവുമില്ല. കാരണം എന്താണ്? ഇത് രണ്ടും ഇല്ലാതിരിക്കാൻ കാരണം? ശോകവും മോഹവും ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? അദ്വിതീയതഃ, രണ്ടില്ല എന്ന ജ്ഞാനം വരുമ്പോഴാണ് മോഹവും ശോകവും ഇല്ലാതെ കണ്ടാകുന്നത്. ഇതിനകത്ത് മോഹം, ശോകം എന്നുള്ളതിനകത്ത്, അതിനകത്ത് ഭയം, എല്ലാം അതിന്റെ പുറകിൽ വരുന്ന കാര്യങ്ങൾ. രണ്ടുണ്ടെങ്കിലേ ഭയം ഉണ്ടാവുള്ളൂ. ഒന്ന് മാത്രമാണെങ്കിൽ ആരെ ഭയക്കാൻ? ആരെയും ഭയക്കാനില്ല. അതില്ലെങ്കിൽ പിന്നെ എല്ലാം, ഭയമില്ലെങ്കിൽ പിന്നെ ശോകം പോയി, മോഹം പോയി, ഒന്നും ഉണ്ടാകത്തില്ല.
അപ്പോ അദ്വിതീയത ന ശോക ന മോഹ. ശോകം എന്താണ്? എന്താണ് ശോകം? ശോകം എന്നുള്ളതിനെ പറയുന്നത് മാനസതാപം എന്നാണ് പറയുന്നത്. മാനസതാപം എന്നാണ് ശോകത്തിനെ പറയുന്നത്. തൃപ്തിയില്ലായ്മ ഒരു താപമാണത്രേ. തൃപ്തി ഇല്ലാതിരിക്കുക, ഒന്നിനും തൃപ്തിയാകുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടൊരു തൃപ്തിയില്ല, അതിനെ മാനസതാപം എന്ന് പറയും. എന്താ ശോകത്തിന് കാരണം എന്താണ്? അതിന് മോഹമാണ് കാരണം. മോഹം കാരണമാണ് ഈ മാനസതാപം അഥവാ ശോകം അഥവാ തൃപ്തിയില്ലായ്മ ഉണ്ടാകുന്നത്. മോഹത്തെ വിപരീത ജ്ഞാനം എന്ന് വരെ പറയുന്നുണ്ട്. മോഹത്തെ വിപരീത ജ്ഞാനം എന്ന് വരെ അതിന് പേര് കൊടുക്കുന്നുണ്ട്. കാരണം തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ മോഹം ഉണ്ടാകുന്നത്. കാര്യങ്ങളെ തെറ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതില്ല. അതാണ് തെറ്റായി മനസ്സിലാക്കലാണ് വിപരീത ജ്ഞാനം. നമ്മൾ വ്യവഹാരത്തില് സാധാരണ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വ്യവഹാരത്തിൽ നമ്മൾ ആത്മീയമായിട്ട് ശരിക്കും പൂർണ്ണമായിട്ടും ഉപനിഷത്തിനെ വിശ്വസിക്കണം. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. പൂർണ്ണമായ ശാസ്ത്രത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉള്ളവരായിട്ട് മുന്നോട്ട് വരുമ്പോ നമുക്കറിയാം വ്യവഹാരത്തില് ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യവഹാരത്തില് തെറ്റായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് ആണ് നമുക്കിപ്പോ പാരമാർത്ഥിക വിഷയത്തിലും തെറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ജീവിതത്തിൽ വ്യവഹാരത്തില് പലതിനെയും തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇതേ തെറ്റ് തന്നെ എവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു? സത്യത്തെ മനസ്സിലാക്കുന്നതിലും ഈ തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല. എന്താണ് ഈ തെറ്റായിട്ട് മനസ്സിലാക്കല്? അങ്ങനെ വെറുതെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. എന്താണ് ഈ തെറ്റായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നേ? അതിന് മോഹത്തെ രണ്ടായിട്ട് പിരിച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട്. മോഹത്തെ രണ്ടായി പിരിച്ചു പഠിച്ചിട്ടുണ്ട്. ധർമാധർമ്മ വിഷയത്തിൽ ഏത് ധർമ്മം ഏത് അധർമ്മം എന്ന് ശരിക്കും അറിവില്ലായ്മ അത് നമുക്കിപ്പോഴും ഉണ്ട്. പല സന്ദർഭങ്ങളിലും ഏതാണ് ശരിയായ ധർമ്മം ഏതാണ് അധർമ്മം എന്ന് നമുക്കിപ്പോഴും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് ഒരുപാട് ഗ്രന്ഥപാരായണം കൊണ്ടും സത്സംഗം കൊണ്ടും ഗുരു അനുഗ്രഹം കൊണ്ടുമേ ഉണ്ടാവും. അപ്പൊ ഒരു സ്റ്റെപ്പ് കൂടെ കടന്ന് പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പറയും, നോർത്ത് ഇന്ത്യയിലെ ഗുരുക്കന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവര് ഗുരുവിന്റെ ഗുരുമന്ത്രം എന്ന് പറയുന്നത്, ഗുരുമന്ത്രം, അതായത് ഒരു ഗുരു, അവർക്കൊക്കെ ഫാമിലി ഗുരുസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുവിനെ അവർ സ്വീകരിച്ചിരിക്കും. നമ്മുടെ കേരളത്തിലെ ഒരു പശ്ചാത്തലമേ അല്ല അവിടെ, ഇതുമായിട്ടൊരു ബന്ധമില്ല. കേരളത്തിലെ ആത്മീയത വെറും എന്താ പറയാ, ഏറ്റവും താഴ്ന്ന ഗ്രേഡിലുള്ള ആത്മീയതയാണ് കേരളത്തില് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല, അവിടെ ഗുരുവാണ് ഫസ്റ്റ്. ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. എല്ലാ ഫാമിലിക്കും ഒരു ഗുരു. അവര് എന്ത് സംശയം വന്നാലും അവർ ഗുരുവിനോടാണ് ചോദിക്കുന്നത്. പിന്നെ ഒരു 90% പേരും ഗുരുവിൽ നിന്ന് ഉപദേശം മേടിച്ചവരാണ്, മന്ത്രോപദേശം സിദ്ധിച്ചവരാണ്. കാരണം അവരുടെ ആ ഒരു പാരമ്പര്യത്തിൽ അത് നിർബന്ധമാണ്. അവർ പറയുന്നത് ഗുരു ഉപദേശം, ഗുരുമന്ത്രം എന്നാണ് അതിനവർ പറയുന്നത്. ഗുരുമന്ത്രം ജപിക്കണം, നാമം ജപിച്ചാലും ഗുരുമന്ത്രം ജപിക്കണം. നാമത്തിന്റെ ഫലം സാർത്ഥകമായി വരണമെങ്കിൽ സാധന, എത്രയോ സാധനകൾ നമ്മൾ ചെയ്യും, ഈ സാധനങ്ങളെല്ലാം സാധനമായി വരണമെങ്കിൽ ഗുരുമന്ത്രം വേണം എന്നൊരു നിഷ്ഠയുണ്ടവർ. അപ്പൊ അവര് അത് നിർബന്ധമായിട്ട് ചെയ്യുന്നവര്. അപ്പോ അവർക്ക് ഈ ധർമാധർമ്മത്തില് ഗുരുമന്ത്രം നന്നായിട്ട് ജപിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ധർമാധർമ്മ ചിന്തയില് സംശയം വരില്ല. അത് ഗുരു അനുഗ്രഹമാണ്. ഗുരു ആരാണ്? ഗുരു എപ്പോഴും ജ്ഞാനിയാണ്. ഗുരു ശരിക്കും ജ്ഞാനിയാണ്. കപട സന്യാസികളൊക്കെ വളരെ, അത് വേറെ കാര്യം. പക്ഷെ നോർത്തിലൊക്കെ ഇഷ്ടംപോലെ, ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്ത് അതിഗംഭീരന്മാരായ ഗുരുക്കന്മാരാണ് ധാരാളം ഇപ്പോഴുണ്ട്, ഒരുപാടുണ്ട്. നമ്മൾ ഈ ഇവിടെയുള്ള പറഞ്ഞ മാതിരി ശരിയല്ലാത്ത ഒരു വരെ വേണേ നമ്മൾ കാണും. ശരിയായിട്ടുള്ള 1-2 പേരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മറ്റേത് അങ്ങനെയല്ല. കപട സന്യാസിമാരുടെ ആ ഒരു സംഭവം അവിടെ ആരും ശ്രദ്ധിക്കാറില്ല. കാരണം അവർക്ക് നല്ല ഗുരുക്കന്മാർ ഇഷ്ടം പോലെയാണ്, ധാരാളം ഗുരുക്കന്മാരുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല അവർക്ക്. അവർക്ക് മന്ത്രം സ്വീകരിക്കും, അവര് ഗുരുമന്ത്രം ജപിക്കും. ആ ഗുരുമന്ത്രത്തിൽ കൂടി നല്ല വിവേകം അവർക്കുണ്ടാകും. അവർക്ക്
ധർമാധർമ്മ വിഷയത്തിൽ നല്ല തിരിച്ചറിവുണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും നമുക്ക് ധർമാധർമ്മ വിഷയത്തിൽ ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിട്ടില്ല. പല കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോൾ തെറ്റായി ധർമ്മം എന്ന് വിചാരിച്ച് നമ്മൾ പലതും ചെയ്യും. ഇപ്പോഴും ചെയ്യുന്നുണ്ട് പലതും. നമ്മുടെ ധർമ്മമാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. സാക്ഷാൽ ആത്മധർമ്മം എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറേ ഇല്ല. പിന്നെ എന്താണ് എൻ്റെ കടമ, എന്താണ് കടമയല്ലാത്തത്, ഇതിലും ഉണ്ട് പ്രശ്നം. എല്ലാം നമ്മുടെ കടമയായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ കടമയായിട്ടാണ് നമ്മുടെ ധാരണ. ഇല്ലാത്തതിനൊക്കെ നമ്മുടെ ലിസ്റ്റിൽ കൂട്ടും. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൽ ആളാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട്, സ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ടൊക്കെ ആരെയെ കൂട്ടുപിടിക്കുന്നത്? കടമകളെ കൂട്ടുപിടിക്കും. എന്നിട്ട് പറയും എൻ്റെ കടമയാണത്, എൻ്റെ കടമയാണ്. ആക്ച്വലി കടമയായിട്ടല്ല നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു മറയുടെ പുറകിലാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് കടമയാണെന്ന് പറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കടമകളുടെ കാര്യത്തിലും നമ്മളെല്ലാം തെറ്റായ വഴിക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏത് സത്യം ഏത് നുണ, മിഥ്യയെ അറിയില്ല. മിഥ്യ എന്നുള്ളൊരു സങ്കല്പത്തിനെ നമുക്ക് ആർക്കും അറിയാൻ പറ്റില്ല. ഇവിടെ ആചാര്യസ്വാമി പഠിപ്പിക്കാൻ പോകുന്ന അതാണ്, മെയിനായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് അതാണ്. പിന്നെ നിത്യമായതും അനിത്യമായതും ഇങ്ങനൊരു ചിന്തയേ ചെയ്യാറില്ല. അനിത്യമായതിനൊക്കെ നിത്യമാണെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നത്. അതാണല്ലോ ഇതിന്റെ തുടക്കം. ശാശ്വതമായ സുഖമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്ന സുഖമെല്ലാം എന്ന് വിചാരിച്ചിട്ടാണല്ലോ ഈ സുഖങ്ങളുടെ പുറകെ പോകുന്നത്. ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകുന്നത് അത് ശാശ്വതമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. അങ്ങനെയാണ് വിചാരിക്കുന്നത്, എപ്പോഴും അങ്ങനെയാണ് വിചാരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഒരു സുഖം കിട്ടി, കുറച്ച് കഴിയുമ്പോൾ അത് പോകുമ്പോഴും പിന്നെയും അടുത്തതും വിചാരിക്കുന്നത് ശാശ്വതമാകുന്നൊരു ധാരണയാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നില്ല, ഇത് ശാശ്വതമാണോ അല്ലയോ, നിത്യമാണോ അല്ലയോ. അപ്പൊ ഞാൻ നിത്യമായതിനെ അന്വേഷിക്കേണ്ട എന്നൊരു വിചാരമേ ഇല്ല. ഇപ്പൊ കുറച്ചെങ്കിൽ കുറച്ച് മതി, അത്രയായല്ലോ എന്നൊരു ചിന്തയാണ്. അതൊരു വല്ലാത്തൊരു ചിന്തയാണ്. ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു സൗകര്യം കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു വീട് നന്നായിട്ട് വെക്കുന്നു, അപ്പോ അതിന് ഒക്കെ ടെമ്പററി ആണ് ഇതിന്റെയൊക്കെ സുഖം എന്ന് മനസ്സിലാക്കാതെ കണ്ട് എന്നും ഇത് തന്നെ ആയിരിക്കുമോ എന്ന് ചിന്തിക്കാറില്ല. താൽക്കാലികമായിട്ട് കിട്ടുന്ന സുഖങ്ങൾ നിലനിൽക്കുമോ എന്നൊരു ചിന്തയില്ല. അപ്പൊ ചോദിക്കുമ്പോൾ പറയണം അതിപ്പോ ആലോചിക്കേണ്ട കാര്യമില്ല, ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ നോക്കിയാൽ പോരെ, അല്ലേ? നമ്മളെല്ലാവരോടും കേൾക്കാം, ഇപ്പോഴത്തെ കാര്യം ഇപ്പൊ നോക്കിയാൽ പോരെ, ചുമ്മാ ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ എന്തിനാ ആലോചിക്കുന്നു? ഇപ്പൊ വിശ്വാസം വയ്ക്കേണ്ട കാര്യമില്ലല്ലോ, വെറുതെ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കണേന്നാ പറയാ. പക്ഷേ ആത്മാന്വേഷകനെ സംബന്ധിച്ചിടത്തോളം, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ടത് അങ്ങനെയല്ല. ഇപ്പോൾ എനിക്ക് സുഖം എന്ന് തോന്നുന്നത് നിത്യമാണോ എന്ന് തന്നെ വേണം നമ്മളെ പോലെയുള്ളവർ ചിന്തിക്കാൻ. നമ്മൾ നിർബന്ധമായിട്ട് അങ്ങനെ ചിന്തിക്കണം, എന്നാലേ അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ നമ്മൾ അവർ തമ്മിൽ വ്യത്യാസമില്ലല്ലോ. ഉപനിഷത്ത് പഠിക്കുന്നവരും സാധാരണക്കാരനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഉപനിഷത്ത് പഠിക്കുന്നവൻ നിത്യമായ ശാശ്വതമായ സുഖത്തെ അന്വേഷിക്കുന്നവനാണ്, നിത്യമായ തൃപ്തിയെ അന്വേഷിക്കുന്നവനാണ്. സാധാരണക്കാരനല്ല. സാധാരണ ജനങ്ങളോ അവർ നൈമിഷിക സുഖങ്ങളുടെ പുറകെ പോകുന്നവരാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വീണ്ടും നമ്മൾ ആ നൈമിഷിക സുഖങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരായാൽ നമ്മൾ പിന്നെ എന്തിനു ഉപനിഷത്ത് പഠിക്കണം? ഉപനിഷത്ത് പഠിക്കാൻ ഉള്ള ബേസിക് യോഗ്യത പോലും ഇല്ലെന്നുള്ളതാണ്. ഉപനിഷത്ത് പഠിക്കാനുള്ള യോഗ്യത തന്നെ നിത്യമായ സുഖത്തെ അന്വേഷിക്കുന്നവനാണ് എന്നുള്ളതാണ്. ആ അന്വേഷകനെ ഇത് പഠിക്കാൻ യോഗ്യതയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നമ്മൾ നൈമിഷിക സുഖങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ പതുക്കെ 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 മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ ശരീരം വിടുന്നതിന് മുമ്പ് ആവശ്യമായ ജ്ഞാനം നമുക്ക് ലഭിക്കാതെ കൊണ്ട് പോകും. ഇനിയും ജന്മങ്ങൾ വേണ്ടിവരും. അപ്പോ മോഹം എന്നുള്ളതിന് 2 തരത്തിൽ പറഞ്ഞു. ധർമാധർമ്മ വിഷയത്തില് ഏത് ധർമ്മം ഏത് ധർമ്മം എന്ന് ശരിക്കും അറിവില്ലായ്മ, ഏത് കടമ ഏത് കടമയല്ല എന്നറിവില്ലായ്മ, ഏത് സത്യം ഏത് നുണ എന്നറിവില്ലായ്മ, ഏത് നിത്യം ഏത് അനിത്യം എന്ന് അറിവില്ലായ്മ. ഇതൊക്കെയാണ് മോഹത്തിന്റെ പുറകിലുള്ള കാര്യങ്ങള്. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞ ആൾക്ക് മോഹം ഉണ്ടാവില്ല. ശരിയല്ലേ? എങ്ങനെയാ മോഹം ഉണ്ടാവണേ? ഇപ്പൊ മോഹം ഉണ്ടാവണത് നിത്യം കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് മോഹം ഉണ്ടാവുന്നത്.
കടമകളും ശരിയായിട്ട് അറിഞ്ഞാൽ മോഹം ഉണ്ടാവില്ല. അപ്പോ ഈ അറിവ് നന്നായിട്ട് വന്നാൽ മോഹം ഉണ്ടാകില്ല. മോഹം ഇല്ലെങ്കിൽ എന്നാ ശോകം ഉണ്ടാകില്ല. മോഹം ഉണ്ടാകുമ്പോൾ അത് കിട്ടാതെ വരുമ്പോ ശോകമായി. മോഹമേ ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടായിക ഒന്നുമില്ലല്ലോ. മോഹമേ ഇല്ലെങ്കിൽ എന്താ അവിടെ തൃപ്തിയായി. തൃപ്തിയില്ലായ്മയാണ് മോഹത്തിന്റെ ലക്ഷണം. മോഹം ബാക്കി നിൽക്കുക, അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങൾ പലതും. മോഹം എന്നുള്ള ബാക്കി ഒരുപാട് കാര്യങ്ങൾ വരും. അതൊന്നുമില്ലാതെ ഞാൻ എന്നിൽ പൂർണ്ണ തൃപ്തനായിട്ടിരുന്നു എന്ന് വരികിൽ അവിടെ ആ മോക്ഷത്തിലെ അവിടെ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അടുത്ത ഒരു ശ്ലോകം കൂടി ഉപനിഷത്ത് പ്രതിപാദ്യമായിട്ട് തന്നെയാണ് വരുന്നത്. എന്താണ് നമുക്ക് നോക്കാം. അയമാത്മാ ഹി ബ്രഹ്മൈവ സർവാത്മകതയാ സ്ഥിതഃ ഇതി നിർധാരിതം ശ്രുത്യാ ബൃഹദാരണ്യ സംസ്ഥയാ. 55-ാമത്തെ ശ്ലോകമാണ്. അയമാത്മാ ഹി ബ്രഹ്മൈവ സർവാത്മകതയാ സ്ഥിതഃ ഇതി നിർധാരിതം ശ്രുത്യാ ബൃഹദാരണ്യ സംസ്ഥയാ. ബൃഹദാരണ്യ ഉപനിഷത്തിലെ വാക്യം. ജഗത് മിഥ്യ എന്ന വിഷയത്തില് തുടക്കം മുതല് ആചാര്യസ്വാമി ശ്രുതിവാക്യങ്ങൾ എടുത്ത് സംസാരിച്ച് വിവരിച്ചു വന്നിരിക്കുകയാണ്. ജഗത് മിഥ്യ എന്നതില് ശ്രുതിവാക്യത്തെ എടുത്താണ് ആചാര്യസ്വാമി ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഒരു ശ്രുതിവാക്യത്തോടുകൂടി ഈ ഒരു സബ്ജക്ട് ഇവിടെ അഡ്ജസ്റ്റ് ആവും. ശ്രുതിവാക്യങ്ങളിൽ കൂടിയുള്ള പരിപാടി ഇവിടെ നിർത്തും. പിന്നെ വേറെ രീതിയിലാണ് പറയുക. ഇപ്പോ ഇതാണ് ഈ ശ്രുതിവാക്യത്തോടുകൂടി ഈ ജഗത് മിഥ്യ എന്നുള്ള വിഷയത്തില് ശ്രുതിവാക്യങ്ങൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം അവിടെ അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് തർക്കം, യുക്തി, ഇതിൽ കൂടെയൊക്കെയാണ് ഇനി അടുത്തത് ജഗത് മിഥ്യയെ പറഞ്ഞു തരിക. തർക്കത്തിൽ കൂടെയും യുക്തിയിൽ കൂടെയൊക്കെ പറഞ്ഞു തരും. ഉപനിഷത്ത് വാക്യത്തിൽ കൂടെയുള്ളത് ഇവിടെ തീരും. എന്താണ് നോക്കാം. അയമാത്മാ ബ്രഹ്മ ഏവ. ഈ ആത്മാ ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. അയമാത്മാ ബ്രഹ്മ ഏവ. ഹി എന്ന് പറയാൻ ഉറപ്പിക്കുക. ബൃഹദാരണ്യവാക്യത്തില് ആത്മാ വിജ്ഞാനമയ എന്നാണ് ബൃഹദാരണ്യവാക്യത്തിൽ. ഈ ആത്മാ എങ്ങനെയുള്ളതാണ്? സർവാത്മകതയാ സ്ഥിത. ഈ ആത്മാ സർവാത്മകതയാ സ്ഥിത ആണ്. ഏവർക്കും സാരമായ ഈ ആത്മാ ബ്രഹ്മമായിരിക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. അയമാത്മാ ഹി ബ്രഹ്മൈവ. ഈ ആത്മാ സർവാത്മകതയാ സ്ഥിത. എല്ലാവർക്കും സാരമായ ഈ ആത്മാ ബ്രഹ്മമായിരിക്കുന്നു. ഇത് നിർധാരിതം. ഇങ്ങനെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് നിർധാരിതം എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെടുക, തീർച്ചപ്പെടുക. അവിടെ സംശയത്തിന് വഴിയില്ല. 100% ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. അതാണ് നിർധാരിതം. ഇങ്ങനെ നിർണയിക്കപ്പെട്ടിരിക്കുന്നു, തീർച്ചപ്പെടുത്തിയിരിക്കുന്നു. ആരാൽ? ശ്രുതിയാൽ. ഇത് നിർധാരിതം ശ്രുത്യ. ശ്രുതിയാൽ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഏതാണ് ശ്രുതി? ബൃഹദാരണ്യ സംസ്ഥയാ. ബൃഹദാരണ്യ സംസ്ഥയാ എന്ന് പറഞ്ഞാൽ ബൃഹദാരണ്യം എന്ന് പേരുള്ള ഉപനിഷത്തിനാൽ. ബൃഹദാരണ്യ സംസ്ഥയ, ബൃഹദാരണ്യകം എന്ന പേരുള്ള ഉപനിഷത്തിനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്തെല്ലാം മനസ്സിലാക്കിയാലും ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ അറിവ് ഇല്ലാതെ പോകുന്നുവല്ലോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം അഥവാ ബുദ്ധിമുട്ട്, അഥവാ എങ്ങനെ അത് മറികടക്കണം എന്നുള്ള ചിന്ത. എല്ലാം മനസ്സിലാക്കിയാലും ലോകത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ അറിവ് നമുക്ക് ഇല്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ വിസ്മരിക്കുന്നു. അതിനാണ് ഈ ഭാഗം തീർത്തിട്ട് നിധിധ്യാസനം പറയാൻ പോകുന്നു ആചാര്യസ്വാമി.
മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും പറ്റുന്നില്ല. ഇതിനെന്താ ഒരു പോംവഴി? അതിന് നിധിധ്യാസനം മാത്രമേ പോംവഴിയുള്ളൂ. അത് ആചാര്യസ്വാമികൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിധിധ്യാസനത്തിലേക്ക് വരുമ്പോൾ ഗംഭീരമായിട്ട് പറയും. അതാണ് മെയിൻ ടോപ്പിക് ഇതിനകത്ത് ഇനി വരാൻ പോകും. ഈ അറിവ് ഉള്ളിൽ നിലനിർത്താൻ ഏത് സാധനങ്ങൾ ചെയ്യണം എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു തരും. ഇപ്പൊ അറിയുന്നുണ്ട്, നമ്മളെല്ലാം കേൾക്കുന്നുണ്ട്, ശ്ലോകങ്ങള് ഉപനിഷത്തിലെ പല ഉപനിഷത്തുകളെ ശ്ലോകങ്ങളാണ് പറഞ്ഞു തരുന്നത്, എല്ലാം ശരിയാണ്. പക്ഷെ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോ, ലോകത്തിലോട്ടങ്ങ് ഇറങ്ങുമ്പോ, മറ്റു മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ ഒന്നും വേണ്ട, അവനവന്റെ മനസ്സിൽ തന്നെ പല പല കാര്യങ്ങൾ വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട സത്യമായ പല അറിവുകൾ കിട്ടിയതും നമ്മൾ വിസ്മരിച്ചു പോകും. അപ്പൊ അത് വിസ്മരിച്ചു പോകാതെ കണ്ട് ഉള്ളിൽ തന്നെ നിന്ന് പതുക്കെ പതുക്കെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാനും നിധിധ്യാസനം കൂടിയേ തീരൂ. അത് ആചാര്യസ്വാമികൾ പറഞ്ഞു തരും. അതാണ് മേജർ ടോപ്പിക് ഇതിന്റെ അപരോക്ഷ അനുഭൂതി. ഉപനിഷത്ത് നേരിട്ട് നമുക്ക് അനുഭവമില്ലാത്ത ബ്രഹ്മം എന്ന സത്യത്തെ പറഞ്ഞു തരുന്നു, അല്ലേ? നേരിട്ട് അനുഭവത്തിൽ ബ്രഹ്മത്തെ ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റില്ല. അപ്പോ നേരിട്ടൊരു അറിവ് നമുക്ക് സാധാരണ നമ്മുടെ നേരിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങളും മുഖേന ഉള്ള അറിവിനെയാണ് നമ്മളിപ്പോ നേരിട്ട് അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? അനുഭവം ഇല്ലല്ലോ എന്നൊരു തോന്നലാണ് നമ്മുടെ ഉള്ളിൽ. ബ്രഹ്മം എന്നാണ് സത്യം എന്നപ്പോൾ നമ്മൾ വായിക്കുന്നു, ശാസ്ത്രം പറയുന്നു, ഗുരുനാഥന്മാര് പറഞ്ഞു തരുന്നു, എല്ലാവരും പറഞ്ഞു തരുന്നു. പക്ഷേ അതൊരു അനുഭവത്തിലുള്ള നേരിട്ട് അനുഭവത്തിൽ ഇല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഈ ഉപനിഷത്ത് പറയുന്നേ? അതെ, ഉപനിഷത്ത് അങ്ങനെയാ പറയുന്നത്. നേരിട്ട് അനുഭവമുള്ള കാര്യത്തെ അല്ല പറയുന്നത്. നമുക്ക് അനുഭവമില്ലാത്ത ആ ബ്രഹ്മം എന്ന സത്യത്തെ പറഞ്ഞു തന്ന് അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞു അതേ ഉപനിഷത്ത് നമ്മുടെ അനുഭവത്തിലുള്ള ഈ ലോകത്തെ കാണിച്ച് ഇതില്ല, ഇത് മിഥ്യ എന്നും പറയും, അല്ലേ? ഭയങ്കര എന്താ പറയാ, ആശയക്കുഴപ്പം വരുന്ന കാര്യങ്ങളാണ്. അനുഭവത്തിൽ ഇല്ലാത്ത, ഇപ്പൊ നമുക്ക് അനുഭവത്തിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ അനുഭവത്തിലുണ്ടെന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളുമാണ്. ബ്രഹ്മം ഞാൻ അനുഭവിച്ചു, ഞാൻ അറിയുന്നു ബ്രഹ്മത്തെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആ അവസ്ഥയിലെത്തിയിട്ടില്ല. അപ്പൊ അങ്ങനെ അനുഭവത്തിൽ, നേരിട്ട് അനുഭവത്തിലില്ല. നമ്മളിപ്പോ നേരിട്ട് എന്ന് പറയുമ്പോൾ പഞ്ചഭൂതത്തിലൂടെയാണ്, പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തിൽ കൂടിയുള്ള അനുഭവത്തെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ സൂക്ഷ്മമായ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം, അതിൽ കൂടിയുള്ള അനുഭവം. ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഏതാണ് സത്യം, ഏത് സത്യമല്ല എന്നൊക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോ അങ്ങനെ അനുഭവം ഇല്ലാത്ത ബ്രഹ്മത്തെ ആണ് ആര് നമുക്ക് പറഞ്ഞു തരുന്നത്? ഉപനിഷത്ത് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊന്നുണ്ട്, ഇതാണ് ശരി, ഇതാണ് സത്യം, ഇതാണ് 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 എന്ന് പറയും. അതേസമയം നമ്മൾ എന്ത് പറയുന്നപ്പോ, അതൊന്നും അല്ലല്ലോ, ഈ ലോകം കറക്റ്റ് അല്ലേ? ഇവിടെ ജഗത്ത് ഇതേ കാണുന്നു, മരം കാണുന്നു, വൃക്ഷങ്ങൾ കാണുന്നു, മറ്റുള്ള മനുഷ്യരെ കാണുന്നു, എത്ര ജീവന്മാർ ജനിക്കുന്നു, മരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു, ഇതൊന്നും സത്യമല്ലെന്ന് എങ്ങനെയാ പറയുന്നേ? ഇതൊക്കെയല്ലേ അനുഭവം ജീവിതത്തില്? സങ്കടം, ദുഃഖം, സന്തോഷം, എന്തെല്ലാം അനുഭവങ്ങള്, എത്രയെത്ര അനുഭവങ്ങള്, ഇതല്ലേ ശരി എന്ന് പറയുമ്പോ ഉപനിഷത്ത് നേരെ അവിടെ തലകീഴാക്കി ഇതൊന്നും ശരിയല്ല, ഇത് മിഥ്യയാണ്, ഇതൊന്നും ഇല്ലാത്തതാണ് എന്നും പറയും. ഇങ്ങനെ കടകവിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ നോട്ടത്തിലെ, കടകവിരുദ്ധം നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ പറയാൻ പറ്റില്ല, നമ്മുടെ വിഷനിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ആകപ്പാടെ പ്രശ്നമാണ്. ഉള്ളതിനെയൊക്കെ മിഥ്യ 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 എന്ന് പറയുന്നു, ഇല്ലാത്തത് അതാണ് സത്യം, അതാണ് സത്യം എന്ന് പറയുന്നു. വളരെ ശരിയല്ലേ? നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ അത്, നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. ഈ കാണുന്നതൊക്കെ മിഥ്യ എന്നും കാണാത്ത എന്തിനെയോ അതാണ് ബ്രഹ്മം, അതാണ് സത്യം എന്നും പറയുന്നു. ഈ സംശയമാണ് നമുക്ക് മാറേണ്ടത്. അതിനാണ് ഇത് പഠിക്കുന്നത്. തുടക്കത്തൊട്ടേ പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി എന്തെല്ലാം ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു, എത്ര പേരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, എത്ര ആചാര്യസ്വാമിമാരുടെ മുമ്പിൽ പോയി ഇരിക്കുന്നു. എന്താണ് നമ്മുടെ ലക്ഷ്യം? ഒന്നാണ്, നമുക്കത് പുറത്തേക്ക് പറയാൻ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അന്വേഷിക്കുന്നത് യഥാർത്ഥമായതിനെയാണ്. ഇപ്പൊ 2 ദിവസം ചിദാനന്ദപുരി സ്വാമിയുടെ പ്രശ്നോപനിഷത്ത് ഉണ്ടായി. എന്തിനത് കേൾക്കാൻ പോയേ? എന്തിനേ പ്രശ്നോപനിഷത്ത് കേൾക്കാൻ പോകുന്നേ? ഉള്ളിന്റെ ഉള്ളില് സത്യമായത് എന്താണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനെ നമുക്ക് വെളിപ്പെടുത്താൻ നമുക്ക് പലർക്കും അറിയില്ല, പുറത്തേക്ക് പറയാൻ അറിയില്ല.
അവിടെ 400-500 പേര് വന്നിരുന്ന് കേൾക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ അവന്റെ ഉള്ളിന്റെ ഉള്ളില് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നേ ഉള്ളതേ ഉള്ളൂ. ആ ഒരു ത്വര ഉണ്ട് ഉള്ളില്, സത്യം അറിയണം എന്നുള്ള ത്വര ഉള്ളിലുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത്. തേനുള്ളിടത്തേക്ക് പണ്ട് ആകർഷിക്കപ്പെടുന്ന പോലെ തന്നെ, തേനീച്ച ആകർഷിക്കപ്പെടുന്ന പോലെ തന്നെ അവൻ അറിയാതെ അവന് എത്തിച്ചേരും. എന്തോ ഏത് തരത്തിലാന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും അവിടെ വന്നു ചെയ്യും. എന്നിട്ട് അന്വേഷിക്കുന്ന ഇതാണ്. അത് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ അറിവ് കുറവ് കൊണ്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ആഗ്രഹം അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്റെ കയ്യിൽ എന്തെല്ലാമോ അറിയണമെന്നുണ്ട്, എന്തെല്ലാമോ അറിഞ്ഞിട്ടുണ്ട്, അത് പോരാ, അതൊന്നും ശരിയല്ല എന്നൊരു തോന്നലുണ്ട്. കാണുന്നതൊന്നും മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. പക്ഷെ കാണാത്ത എന്തോ ഒന്നുണ്ട്, അതാണ് ശരിയെന്നും പറയുന്നു. അപ്പൊ ഇതിനുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോ ഇതെങ്ങനെ അറിയാൻ പറ്റും? കാണാത്തതിനെ ഉണ്ട് എന്നും കാണുന്നതിനെ ഇല്ലാത്തത് എന്നും പറയുന്നു ഉപനിഷത്ത്. അതിനാലാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ആദ്യമേ തൊട്ടേ പറയുന്നുണ്ട്, ശ്രദ്ധ വേണം. ആരംഭത്തിൽ പറഞ്ഞതാ, ശ്രദ്ധ വേണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആ ശ്രദ്ധ എന്നുള്ളതിന്റെ നമ്മുടെ ഉള്ളിലുള്ള, സാധാരണക്കാരന്റെ ഉള്ളിലുള്ള അർത്ഥമല്ല എന്ന് നമുക്കറിയാം. നമ്മൾ ഉപനിഷത്ത് പഠിച്ചു തുടങ്ങി കുറെ നാളായി. ശ്രദ്ധ എന്നാൽ ശാസ്ത്രത്തിലുള്ള ഗുരുവിലുള്ള അടിയുറച്ച വിശ്വാസം. ഗുരുവിലും ശാസ്ത്രത്തിലും ഉള്ള അടി. ഗുരുവിലും പറയാൻ കാരണം ഗുരു ശാസ്ത്രം പഠിച്ച ആളാണ്, ഗുരുവാക്യം ശാസ്ത്രത്തിലുള്ളതാണ്. അപ്പോ ആ ഗുരുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ശാസ്ത്രവിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പൊ ഗുരുവിലും ശാസ്ത്രത്തിലും ഉള്ള വിശ്വാസമാണ് ശ്രദ്ധ. പരിപൂർണ വിശ്വാസം, വെറും വിശ്വാസം എന്ന് പറഞ്ഞാൽ പോരാ, പരിപൂർണ വിശ്വാസം. ശാസ്ത്രപഠം എന്താണ്? ഉപനിഷത്ത്. ഗുരു ആരാണ്? ഉപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്ന ഗുരു. അപ്പോ ആ ഉപനിഷത്ത് എന്താ പറയുന്നത്? കാണുന്നതൊന്നുമല്ല സത്യം, പരമാർത്ഥിക സത്യം വേറെയാണ്, അത് ബ്രഹ്മമാണ്, അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്, എല്ലാം നിലനിൽക്കുന്നത്, എല്ലാം ലയിക്കും. നീ അത് തന്നെയാണ്. തത് ത്വം അസി എന്ന് ഗുരുനാഥൻ പറഞ്ഞു തരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? അയമാത്മാ ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയണ്ടേ തിരിച്ച് ഗുരുവിനോട്? ആരാണ്ട് പറയാൻ പറ്റുമോ? ഗുരു നേരത്തെ പറഞ്ഞു തരും തത് ത്വം അസി. ഇത് കാരണം ഗുരു ജ്ഞാനിയായിട്ടിരിക്കുക. നമ്മൾ ജ്ഞാനിയാവുമ്പോഴേ അഹം ബ്രഹ്മാസ്മി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? അപ്പൊ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് ഇപ്പൊ പറഞ്ഞാൽ ഒരു കുന്തോ മനസ്സിലായിട്ടില്ല എന്നുള്ള അതിന്റെ അർത്ഥം. ഒന്നും മനസ്സിലാകാണ്ട് പറയണതാ. മനസ്സിലായാൽ പറയില്ല, അത് അനുഭവിക്കും. അപ്പൊ ഗുരുവിന് മനസ്സിലാവും, അവനത് മനസ്സിലായി, അവൻ ആ സ്റ്റേജിലേക്ക് എത്തി എന്ന് ഗുരുവിന് മനസ്സിലാവും. പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. പിന്നെന്തിനാണ് ആ വാക്യം? ആ വാക്യം ആ അവസ്ഥയിലേക്ക് ശിഷ്യനെ എത്തിക്കാനായി. അപ്പൊ ഇത് വലിയൊരു സംഗതിയാണ്. നമ്മൾ സാധാരണ നിലയ്ക്ക് അനുഭവിക്കുന്നതൊന്നും സത്യമല്ലെന്ന് പറയും, വേറൊരു സത്യമുണ്ട്, അതാണ് സത്യം എന്ന് പറയും. ഇത് ശരിയായി വരണമെങ്കിൽ എളുപ്പമാണോ? എത്ര ജന്മം വേണം ഇതൊന്നും ഉറച്ചു ശരിയായി വരണമെങ്കിൽ? അതിനിപ്പൊ തന്നെ എന്തുമാത്രം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം മിഥ്യയാണ്, അങ്ങനെ നോക്കൂ, ഇങ്ങനെ നോക്കൂ എന്നൊക്കെ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാൻ പോകുന്നു, ഇനിയും അപരോക്ഷാനുഭൂതിയിൽ ഇഷ്ടം പോലെ പറയാൻ പോകുന്നുണ്ട്. നോക്കാം. അപ്പോ ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പരിപൂർണ വിശ്വാസം ഗുരുവിലും വേദാന്തത്തിലും ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്ത്? ഇത് ആ പറയുന്നതാണ് ശരി, ഇത് മിഥ്യ തന്നെയാണ്, എനിക്കിത് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇനിയും ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ, സമയമാകുമ്പോൾ എനിക്കത് മനസ്സിലാകും. പക്ഷെ എൻ്റെ പ്രയത്നം അതിന് അനിവാര്യമാണ്. പുറത്തുള്ള ആർക്കും ഇത് പ്രവർത്തിച്ച് ശരിയാക്കി തരാൻ പറ്റില്ല. ഈ അറിവ് അവനവൻ പ്രവർത്തിച്ച് മാത്രമേ പറ്റൂ. അത് ഏകാന്തതയിൽ ഇരിക്കണം എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ശ്രദ്ധയുണ്ട്, പക്ഷെ ഏകാഗ്രത ഇല്ലാതെ വരും.
ഇവിടുത്തെ ശ്രദ്ധയും ഏകാഗ്രതയും ഒന്നുമല്ല, ഓർത്തോണം. നമുക്ക് ശ്രദ്ധയുണ്ട്, പരിപൂർണ്ണ വിശ്വാസമുണ്ട് ഉപനിഷത്തിൽ. അതിലാണ് ഈ നമ്മൾ ഈ 10-15 പേരെങ്കിലും ഇത് കേൾക്കാനായിട്ട് പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഇത് അപ്ലൈ ചെയ്ത് വരാൻ, ഇതൊന്ന് ഉറപ്പിക്കാൻ, നിഷ്ഠനാകാൻ സാധിക്കാത്തത് മെയിൻ കാര്യം നമുക്ക് കോൺസെൻട്രേഷൻ ഇല്ലാത്തതാണ്, ഏകാഗ്രത ഇല്ലാത്തതാണ്. അപ്പൊ ഏകാഗ്രത ഉണ്ടാകാനുള്ള കുറെ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഏകാഗ്രത ഉണ്ടാക്കാം? അതെല്ലാം നമ്മൾ ദിവസവും നിത്യവും നമ്മൾ സാധനയായിട്ട് ചെയ്യുന്നില്ല, ഇല്ലേ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുക, ചെയ്യുന്നുണ്ടോ? ഞാൻ പറയാം, ചെയ്യാൻ പറ്റാറില്ല, ഉള്ള സത്യമാണ്. ഇപ്പോഴും എന്നും ആഗ്രഹിക്കും, എന്ന് തൊട്ട് ഒരു നല്ല സാധകനായിട്ടിരുന്ന് കറക്റ്റായിട്ട് വേണ്ടാത്ത ലോകകാര്യങ്ങളിലേക്കൊന്നും പോകാതെ ഈ വാട്സപ്പ് ഗണാഗതിയൊക്കെ ഉപേക്ഷിച്ച് വളരെ ഏകാന്തതയില് അവനവന്റെ വീട്ടിലാണെങ്കിലും ശരിയാ, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ആചാര്യസ്വാമി പഠിപ്പിച്ചിരിക്കുന്നു. ഇതെല്ലാം ഒന്ന് റിവിഷൻ ചെയ്തുകൊണ്ട്, സാധന ചെയ്തുകൊണ്ട്, കുറേ സമയം നാമം ജപിച്ചുകൊണ്ട്, ശ്രീരുദ്രം ജപിച്ചുകൊണ്ട്, അവനവന് കിട്ടിയിരിക്കുന്ന എന്തെല്ലാം സൂക്തങ്ങളുള്ളൂ അതെല്ലാം ജപിച്ചുകൊണ്ട്, വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാതെ ആ ഈശ്വരനെ തന്നെ ചിന്തിച്ച് ഉള്ളിലുള്ള ശക്തി ഈശ്വരനാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി കുറേ പ്രവർത്തിക്കണമെന്ന ആഗ്രഹം എല്ലാ ദിവസവും ഉണ്ടാവും. ഒന്നും നടക്കാറില്ല എന്നുള്ളത് എല്ലാവരുടെ സ്ഥിതി ഇത് തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സാധന ചെയ്യാനുള്ള ഒരു സാഹചര്യം ആദ്യം ഉണ്ടാകട്ടെ. ഉറപ്പാണ്, നമുക്ക് കുറെ അറിവുകൾ നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ പ്രശ്നം അറിവ് നമ്മളിലേക്ക് ആരെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതല്ല, ഇതിനെ പ്രാവർത്തികമാക്കാനുള്ള തടസ്സങ്ങളാണ്. അപ്പൊ പറഞ്ഞു നേരത്തെ അപരോക്ഷാനുഭൂതിയിൽ തടസ്സങ്ങൾ എങ്ങനെ മാറ്റാം എന്നുള്ളത് ഇവിടെ ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആചാര്യസ്വാമി തടസ്സങ്ങളെ മാറ്റിത്തരും. അപ്പോ ആദ്യത്തെ തടസ്സം ഇതാണ്. അനുഭവത്തിലൊന്ന് പറയുന്നത്, ഉപനിഷത്ത് പറയുന്നത് വേറൊന്ന്. ഇത് രണ്ടും തമ്മിലുള്ള ആ വിപരീത ഭാവം ഒന്ന് മാറ്റി കിട്ടണം ആദ്യം. അപ്പൊ അതിന് ആചാര്യസ്വാമികൾ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം ജഗത് മിഥ്യ എന്നുള്ളതിനെയാണ് ഉറപ്പിക്കുക. ബ്രഹ്മസത്യം ഉറയ്ക്കാനല്ല പാട്, ജഗത് മിഥ്യ അല്ലേ? അതിനല്ലേ ബുദ്ധിമുട്ട് നമുക്ക്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ മിഥ്യയാണ് മിഥ്യയാണ് മിഥ്യയാണെന്ന് പറഞ്ഞാൽ നമുക്കിത് എന്നത് സ്വീകരിക്കാൻ പറ്റും? എന്തെങ്കിലും സ്വീകരിക്കാൻ പറ്റിയാൽ അന്ന് നമ്മൾ രക്ഷപ്പെടും. പറ്റുമോ? അറിയില്ല, നോക്കാം. എപ്പോഴാണ് ജീവൻ പോകണമെന്ന് അറിയാൻ മേല. ഇപ്പൊ ഏതായാലും ജഗത് മിഥ്യ പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇന്ദ്രിയ നിയന്ത്രണം പൂർണ്ണമായിട്ട് വരണം. കണ്ണ് ആവശ്യമില്ലാത്ത ഒരു കാഴ്ചയും കാണാൻ കണ്ണ് തയ്യാറാകരുത്. ആവശ്യമില്ലാത്ത ഒരു ശബ്ദവും കേൾക്കാൻ ചെവി തയ്യാറാകരുത്. അതേപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും ഈശ്വരൻ നിശ്ചയിച്ചിട്ടുള്ള ആ ഭദ്രംകർണേവി എന്നുള്ള ഒറ്റ മന്ത്രം മതിയല്ലോ. ദിവസം ജപിക്കും ഭദ്രംകർണേവി, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കണ്ണ് എവിടേക്കാ നോക്കുന്ന? ആവശ്യമില്ലാത്തൊക്കെ കണ്ട് അപ്പ നോക്കും. ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചുമ്മാ ഒരു ശബ്ദം പുറത്ത് കേട്ടാൽ മതി, തന്നെ ഒന്ന് അറിയണമല്ലോ, ഒരു തോന്നലുണ്ടാവും. പ്രത്യേകിച്ച് രണ്ടുപേരും വഴക്കൂടുകയാണെങ്കിൽ ഭയങ്കര താല്പര്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ഭഗവാൻ വഴിയുണ്ടാക്കി തരും, ഉറപ്പാണ്. എന്താ വെച്ചാൽ ഉപനിഷത്ത് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി, ഇത്രയും നാളും ഇതിന്റെ കൂട്ടത്തിൽ നടന്നല്ലോ, ഇത്രയൊക്കെ നോക്കിയല്ലോ, ഉറപ്പായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടുപോകും, സംശയമില്ല. അപ്പോ ശ്രദ്ധയുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് റിജക്റ്റ് ചെയ്യും അല്ലേ? അതാണ് ഒരു ആചാര്യം, എന്റെ ഈ ഗുരുനാഥൻ പറഞ്ഞൊരു വലിയൊരു കാര്യമുണ്ട്. ശ്രദ്ധയൊക്കെ ഉണ്ട് നമുക്ക്, പക്ഷേ നമ്മളിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവത്തിനെതിരായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഉടനെ റിജക്റ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ. നമ്മുടെ അനുഭവത്തിന് വിപരീതമായിട്ട് ഒരാളൊരു കാര്യം നമ്മളോട് പറഞ്ഞാൽ, ലൗകിക കാര്യങ്ങൾ തന്നെയാ പറയുന്നത്, നമ്മുടെ അനുഭവത്തിന് എഗൻസ്റ്റ് ആയിട്ട് ഒരാൾ നമ്മളോട് കാര്യം പറഞ്ഞാൽ നമ്മളതിനെ റിജക്ട് ചെയ്യും, പാടെ റിജക്ട് ചെയ്യും. ഓ അങ്ങനെയൊന്നല്ല, എനിക്കറിയാളോ, എന്റെ അനുഭവത്തിൽ ഇങ്ങനെയല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ, ഞാനത് അംഗീകരിക്കില്ല, ഇല്ലേ? അതാണ് റിജക്ഷൻ. എന്റെ അനുഭവം അതല്ലെന്നേ, നമ്മൾ റിജക്ട് ചെയ്യും, ഒരു സംശയമില്ല. എത്രയോ റിജക്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഇപ്പോഴും ചെയ്യാറില്ലേ? ആരെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അങ്ങനെയൊന്നല്ല, ആ ശരി ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിടും. അപ്പോഴും നമ്മൾ ഉള്ളുകൊണ്ട് റിജക്ട് ചെയ്തു, നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടത്തെ റിജക്ഷൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ
ആചാര്യസ്വാമി പറയുന്നു ജഗത് മിഥ്യ. ധാരാളം ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് പറയുന്നു ജഗത് മിഥ്യ. നമ്മൾ അക്സെപ്റ്റ് ചെയ്തോ? നമ്മൾ അക്സെപ്റ്റ് ചെയ്തോ? നമ്മൾ റിജക്ഷന്റെ വക്കിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് മനസ്സിലായിട്ടില്ല എന്നുള്ള പറയും, റിജക്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഉപനിഷത്താണല്ലോ പഠിക്കുന്നത്, അതിനുള്ളൊരു മാനസികമായിട്ടുള്ള ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ റിജക്റ്റ് ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഓ, ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശ്രദ്ധയില്ലായ്മ കൊണ്ടാണെന്നാണ് ഗുരുനാഥൻ പറയുന്നത്. പരിപൂർണമായ വിശ്വാസം, ശ്രദ്ധ ഉപനിഷത്തിലുണ്ടെങ്കിൽ ഈ പറയുന്ന ശ്ലോകങ്ങളിൽ പറയുന്നതൊന്നും നമ്മുടെ മനസ്സ് റിജക്റ്റ് ചെയ്യാൻ പാടില്ല. റിജക്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, ശരിയാണോ, ഓ അങ്ങനെ മിഥ്യ എന്നൊക്കെ പറയാൻ പറ്റൂ എന്ന് തോന്നിയാൽ അതിന്റെ അർത്ഥം ഉപനിഷത്തിൽ ശ്രദ്ധയായിട്ടില്ല, ഗുരുവാക്യത്തിൽ ശ്രദ്ധയായിട്ടില്ല, വിശ്വാസം ഉറച്ചിട്ടില്ല. അപ്പൊ ചോദിക്കുന്നു, ശ്രദ്ധയുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യില്ല, ശരി, സമ്മതിച്ചു. ഈ ശ്രദ്ധ ഏതുവരെയാ? ഏതുവരെ ഈ ശ്രദ്ധ വേണം? ഈ ഉപനിഷത്തിൽ വിശ്വാസം വേണം. എപ്പോഴാണോ ഈ വാക്യം, തത്വമസി എന്ന വാക്യം ജ്ഞാനമാകുന്നത്, നമ്മുടെ ജ്ഞാനമായി മാറുന്നത്, അന്ന് വരെ ഈ കേൾക്കുന്ന ഉപനിഷത്ത് വാക്യങ്ങളെല്ലാം എന്നാണോ ജ്ഞാനമായി മാറുന്നത്, അതുവരെ ശ്രദ്ധ മാറാൻ പാടില്ല. പിന്നെ മാറുമോ? മാറില്ല. ജ്ഞാനിക്ക് പിന്നെ ശ്രദ്ധ മാറുന്ന പ്രശ്നമല്ലോ ഉണ്ടോ? ഇല്ല. ഇപ്പോഴല്ലേ പ്രശ്നം. ഉറയ്ക്കുമോ ഉറക്കില്ലയോ, ഇപ്പുറത്താണോ അപ്പുറത്താണോ, അതല്ലേ പ്രശ്നം. അപ്പോ ആദ്യം വേണ്ടത് പരിപൂർണ വിശ്വാസം. ജഗത് മിഥ്യ, മിഥ്യ തന്നെ. അനുഭവത്തിൽ എന്ത് അനുഭവമാണെങ്കിലും ശരി, അതൊക്കെ മാറും. എനിക്ക് ജ്ഞാനം വരുമ്പോ ഈ അനുഭവമൊക്കെ പോവും, എല്ലാം മാറും. എനിക്കിപ്പോ തോന്നുന്നതൊക്കെ മാറിക്കൊള്ളുന്നേ, സംശയമൊന്നുമില്ല. ആരുമായിട്ടും ചർച്ച ചെയ്യാനൊന്നും പോണ്ട, ഉള്ളിൽ തീരുമാനിക്കുക ഇതൊക്കെ മാറും. ഞാനിപ്പോ സത്യമാണെന്ന് വിചാരിക്കുന്നതൊന്നും സത്യമല്ലെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു സമയം വരും, ഉറപ്പാണ്. ഞാനതിനാണ് സാധനം ചെയ്യുന്നത്. എനിക്ക് ഉപനിഷത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഉപനിഷത്തിന്റെ കാൽക്കൽ ഞാനിതാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അല്ലയോ വേദമേ, എന്നിൽ പ്രകാശിക്കൂ. വേദവാണി എന്നെ അനുഗ്രഹിക്കട്ടെ, വേദമാതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ. അതിനാണ് ഗായത്രി ജപിക്കുന്നത്. ഗായത്രി ജപിക്കുന്നത് ലൗകിക കാര്യങ്ങളുടെ കാര്യത്തിനല്ല. ബുദ്ധിയെ, ഞങ്ങളുടെ ബുദ്ധി നേർവഴിക്ക് നയിക്കണമേ എന്ന് പറഞ്ഞാൽ ഏതാണ് നേർവഴി? ജഗത് മിഥ്യ ബ്രഹ്മസത്യം, അതാണ് നേർവഴി. അതിലേക്ക് നയിക്കണമെന്ന് വേണം ഒരു ഉപനിഷത്ത് പഠിക്കുന്ന സാധകൻ ഗായത്രി ജപിക്കുമ്പോൾ ചിന്തിക്കേണ്ട, മനസ്സിലുറപ്പിക്കണം. സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഭൂഭുവസ്വഹ, 3 വ്യാഹൃതികളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തത് സവിതുഹു വരേണ്യം, വന്ദിക്കേണ്ടവനായ തത് സവിതുഹു. ഇവിടെ സൂര്യനായിട്ട് എടുക്കല്ല നമ്മൾ എടുക്കണ്ടേ. നമ്മൾ എടുക്കേണ്ടത് ആരെയും എടുക്കണ്ടേ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മ ചൈതന്യം, അങ്ങനെ എടുക്കണം. മറ്റേതൊക്കെ ബേസിക് ആയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പിലുള്ളവർക്കാ. കാരണം പ്രത്യക്ഷ ദൈവമായി സൂര്യനെ കാണുന്നത് കൊണ്ട്. വേറൊരു സ്റ്റേജിൽ വരുമ്പോൾ വേദമാതാവാകും. പിന്നെ ഒരു സ്റ്റേജില്, നമ്മുടെ ഫൈനൽ സ്റ്റേജാണ് നമ്മുടെ, ഇതിനപ്പുറമൊന്നുമില്ല, വേദാന്തത്തിനപ്പുറം പോകാൻ പറ്റില്ല. അപ്പൊ ഫൈനൽ സ്റ്റേജിൽ നിൽക്കുന്ന നമ്മൾ എങ്ങനെ എടുക്കണം? സർവസ്ഥലത്തും സർവചരാചരങ്ങളിലും എന്നിലും എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന എല്ലാത്തിനും കാരണഭൂതനായ അങ്ങയുടെ, വന്ദിക്കപ്പെടേണ്ടതായ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ ബുദ്ധി, ഞങ്ങളുടെ ബുദ്ധി നേർവഴിക്ക്. നമുക്കിവിടെ എന്താ നേർവഴി? നമ്മുടെ നേർവഴി ജഗത് മിഥ്യ എന്നും ബ്രഹ്മസത്യം എന്നുമുള്ള ആ ശരിയായ അറിവ് എന്നിലേക്ക് പ്രവഹിപ്പിക്കണമേ. ഇതായിരിക്കണം നമ്മുടെ ഗായത്രി ജപം. അപ്പോ
ആ വാക്യം ആ ശ്രദ്ധ, ഈ വാക്യം സത്യമാകുന്നത് വരെ വേണം. സത്യമാകുന്നത് ജ്ഞാനം ലഭിക്കുമ്പോൾ അത് സത്യമായി. ജഗത് മിഥ്യ എന്നതിന് ഉപനിഷത്തൊന്നും പറയേണ്ട കാര്യമില്ല. നമ്മുടെ അറിവിൽ തന്നെ, അനുഭവത്തിൽ തന്നെ മനസ്സിലാക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഉപനിഷത്തിനൊന്നും കുറ്റം പറയണ്ട, അല്ലെങ്കിൽ ഉപനിഷത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയണ്ട. അല്ലാതെ തന്നെ ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം എന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിൽക്കില്ല, അതാ കുഴപ്പം. ഒരു കാര്യം നുണ എന്നറിയാൻ ശാസ്ത്രം വേണ്ട, അതിന് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. അറിയാത്ത സത്യത്തെ സത്യം എന്ന് പറഞ്ഞു തരാൻ ഉപനിഷത്ത് വേണം. അറിയാത്ത സത്യത്തെ, ഇല്ലേ, ബ്രഹ്മസത്യം നമുക്ക് അനുഭവത്തിലായിട്ടില്ല, അത് പറഞ്ഞു തരാൻ ഉപനിഷത്ത് വേണം. ജഗത് മിഥ്യ, ശരിക്കും നമ്മൾ വിചാരിച്ചിരിക്കുന്നു ജഗത് മിഥ്യ എന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ശരിയല്ലോ, അനുഭവത്തിൽ അങ്ങനെയല്ലോ. പക്ഷെ അതിന് എളുപ്പവഴിയുണ്ടെന്നാ പറയുന്നത്. കാരണം ജഗത് മിഥ്യ എന്നുള്ളത് തർക്കത്തിലൂടെ അറിയാം, ഉപനിഷത്തൊന്നും വേണ്ടെന്നാ പറയുന്നത്. വെറുതെ തർക്കത്തിലൂടെയും യുക്തിയിലൂടെയും അറിയാം, കാണിച്ചു തരാന്നാ പറയുന്നത്. ഇനി പറഞ്ഞ അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്, ആചാര്യസ്വാമി സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്. ഉപനിഷത്തിലേക്കൊന്നും പോകണ്ട, അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയത്തേ. ബ്രഹ്മസത്യം എന്നതിന് ഉപനിഷത്ത് പ്രമാണം വേണം. മറ്റേത് തർക്കത്തിലൂടെ അറിയാം. പക്ഷേ മിഥ്യ എന്നത് ഉപനിഷത്ത് പ്രമാണത്തിലൂടെ മാത്രമേ അറിയാൻ പറ്റൂ. ജഗത്തില്ല, രണ്ട് സംഗതി വരുന്നുണ്ട്, ഇനി സൂക്ഷിച്ചോണം. ഇല്ല എന്നും മിഥ്യ എന്നുമുള്ളത് രണ്ടു തരം വാക്കുകൾ ഉപയോഗിക്കുന്നു. ജഗത് ഇല്ല, ഇല്ലാത്തത്, ഈ ജഗത്തില്ലാത്തതാണ് എന്ന് തർക്കത്തിലൂടെ ശരിയാക്കാൻ പറ്റുന്ന പറയുന്നത്. അതേസമയം ജഗത് മിഥ്യ, അതായത് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സംഭവം, അത് വാസ്തവമല്ല, ഈ കാണുന്നത് വാസ്തവമല്ല, പക്ഷെ നമുക്കുണ്ട്, നമുക്ക് അനുഭവത്തിലുണ്ട്. ഇതിനെ പറഞ്ഞു തരാൻ, അനുഭവത്തിലുണ്ടെങ്കിലും അത് സത്യമല്ല എന്ന് പറഞ്ഞു തരാൻ, മിഥ്യയാണെന്ന് പറഞ്ഞു തരാൻ ഉപനിഷത്തിൽ കൂടി മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറയും. കാരണം സത്യം എന്നതിനെ അറിയുന്നത് മിഥ്യ എന്നതിനെ അറിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗം. സത്യം എന്നതിനെ അറിയുന്നത് മിഥ്യ എന്നതിനെ അറിയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. മിഥ്യയെ അറിഞ്ഞാലേ സത്യം അറിയൂ. സത്യം മനസ്സിലായി, മിഥ്യ മനസ്സിലായില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് സത്യം മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഇപ്പോ ബ്രഹ്മസത്യം വളരെ സിമ്പിളാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ജഗത് മിഥ്യയാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്നൊരാൾ പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അയാൾക്ക് ബ്രഹ്മസത്യം എന്നത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ബ്രഹ്മസത്യം എന്നത് മുഴുവനായി അറിയുന്നത് ജഗത് മിഥ്യ എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. അവിടെയാണ് ബോധ്യപ്പെടൽ, അതാണ് അതിന്റെ പ്രത്യേകത. ജഗത് മിഥ്യ എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്നതിനെ പിരിക്കാൻ പറ്റില്ല. ഇത് രണ്ടും ഒന്നിച്ചേ നിൽക്കുള്ളൂ. ബ്രഹ്മസത്യം ജഗത് മിഥ്യ രണ്ടിനെ പിരിക്കാം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പിരിക്കാൻ പറ്റില്ല. ഇവ രണ്ടും ഒന്നിച്ച് നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മഹാവാക്യമാണ് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നത്. ഇതിന് യുക്തി മാത്രം പോരാ, രണ്ടും ഒന്നിച്ച് നിൽക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാൻ യുക്തി മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ പോരാ. യുക്തിയിൽ കൂടെ പല കാര്യങ്ങളും പറയാൻ പറ്റും, കുറെയൊക്കെ നമുക്ക് എത്തിക്കാം. പക്ഷെ യുക്തി മാത്രം പോരാ, ശ്രുതി ഒരു സപ്പോർട്ട് കൂടി വേണം. അതുകൊണ്ടാണ് പൂർണ്ണ വിശ്വാസം വേണം എന്ന് പറയാൻ കാരണം. യുക്തിയെ ശ്രുതിയിൽ കൂടി നിർണയം ചെയ്ത് മനസ്സിൽ ചിലതിനെ ഉറപ്പിക്കാൻ യുക്തി ആകാം, അത് വേണം. നല്ല ശ്രദ്ധയുണ്ടെങ്കിലേ ഈ യുക്തി അവിടെയും പ്രയോജനവും ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതും പ്രയോജനം ചെയ്യില്ല. അപ്പോൾ ശ്രദ്ധ വളരെ ആവശ്യമാണ്. അപ്പൊ നമുക്ക് സാധാരണ ജീവിതത്തിൽ ആചാര്യം പറയും,
ഗുരുനാഥൻ പറയും, ചില ആൾക്കാരുടെ ചില കാര്യങ്ങൾ ചോദിക്കാൻ പോകും. നമുക്കറിയാം അവർ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അവരോട് ചില കാര്യം ചോദിക്കുമ്പോൾ അവർ സത്യമായിട്ടുള്ള കാര്യം പറയും. അങ്ങനെ സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു തരുമ്പോൾ അവർ ചിലപ്പോൾ മിക്കവാറും ഒക്കെ ഒരു ലോജിക്കും കൂടെ അതിന്റെ കൂടെ പറയും. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയണു, അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന മാതിരിയാണ്. അപ്പൊ നമുക്ക് സാധാരണ കാണാലോ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതാണ് പറഞ്ഞതാണ്, അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. പിന്നെ നമ്മൾ സാധാരണ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്നില്ലേ എന്നൊരു ലോജിക്കും കൂടെ അതിന്റെ കൂടെ പറയും. അതേത് വലിയ ആൾക്കാരാണെങ്കിലും യഥാർത്ഥമായ കാര്യം പറയുമ്പോൾ അതിന്റെ സപ്പോർട്ടീവായിട്ട് ഒരു ലോജിക്കും കൂടെ പറയും. കാരണം ആ ലോജിക്കും കൂടെ കേൾക്കുമ്പോഴേ നമ്മൾ യുക്തിയിൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യരായതുകൊണ്ട്, സാധാരണക്കാരനായതുകൊണ്ട്, ഒരു വിദ്യാർത്ഥി മാത്രമായതുകൊണ്ട് യുക്തിയിൽ കൂടുതൽ അങ്ങനെ ശീലിച്ചു പോയി, ജന്മജന്മാന്തരങ്ങളായിട്ട് യുക്തിയിൽ കൂടുതൽ ഊന്നൽ കൊടുത്ത് ശീലിച്ചു പോയതുകൊണ്ട് മനസ്സ് യുക്തിയുടെ പുറകെ പോകും. അപ്പോ സത്യം പറഞ്ഞിട്ട് ആ സത്യത്തെ ബോധിപ്പിക്കുന്നതിനായിട്ട് ചെറിയ ചില യുക്തികൾ കൂടെ പറയും വലിയ ആൾക്കാർ. ഇനി അടുത്ത 56, 57, 58 യുക്തിയെ ആധാരമാക്കി ജഗത്തിന്റെ മിഥ്യാത്വത്തെ ആചാര്യസ്വാമികൾ നമുക്ക് പറയാൻ പോകുന്നു. അപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ട് ആചാര്യസ്വാമി യുക്തിയെ എടുക്കണമെന്ന്. നമ്മളെപ്പോലെയുള്ളവർക്ക് എത്രയോ ജന്മജന്മങ്ങളായിട്ട് യുക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിരിക്കുന്ന നമുക്ക് യുക്തിയും കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ പൂർണ്ണമായ ശ്രദ്ധ ഉപനിഷത്തിൽ വരികയുള്ളൂ എന്ന് ആചാര്യസ്വാമിക്ക് അറിയാം. അതുകൊണ്ടാണ് ആചാര്യസ്വാമി യുക്തിയും കൂടെ ചേർത്തുകൊണ്ടാണ് ഇനി നമുക്ക് ജഗത് മിഥ്യ എന്നുള്ള കാര്യത്തെ പറഞ്ഞു തരാൻ പോകുന്നു. അപ്പോ ഈ യുക്തി പ്രയോജനപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഉപനിഷത്തില് വേദാന്തത്തില് പൂർണ്ണ ശ്രദ്ധ, നമ്മൾ പറയുന്ന ശ്രദ്ധ എന്താണ്? വിശ്വാസം. ഗുരുവിലും ശാസ്ത്രത്തിലും പൂർണ്ണ വിശ്വാസം വേണം. അടുത്ത ദിവസം നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, വളരെ ഗഹനമായ കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും വീണ്ടും കേൾക്കുക, ഇടുന്ന പഴയ വീഡിയോസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ ഉറച്ചു നിൽക്കാൻ അത്ര എളുപ്പമല്ല. നമുക്ക് ശ്രമിക്കാം, കൂട്ടായിട്ട് നമുക്ക് ശ്രമിക്കാം. ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാൻ ബാബ, ഭഗവാൻ ഏറ്റവും ഇഷ്ടം ആത്മതത്വം എല്ലാവരും മനസ്സിലാക്കുന്നതാണ്. അതിനാണ് ഈ അവതാരം വന്നത് തന്നെ. അപ്പൊ സ്വാമി നമ്മളെ അനുഗ്രഹിക്കുന്നുള്ള ഉറപ്പാണ്. നമുക്ക് സ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിരാം. എല്ലാവർക്കും സായിരാം. അടുത്ത ദിവസം കാണാം. സായിരാം. സായിരാം സായിരാം. സായിരാം സാർ. സായിരാം സുരേഷ്.